ഹായ്, വെൽക്കം ടു ടെക് ഡിസൈൻ മീഡിയ. ബഡീസേ കുറേ ആയി ഈ കാര്യം ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ച് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ എടുത്ത് വച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ ഇതിൻ്റെ, അതായത് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഒരു സംഭവം തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാനിപ്പം നല്ല തിരക്കാണ്, കാരണം നമ്മൾ ഈ സ്ഥിരം ജോലി ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. കാര്യം സ്ഥിരം നമ്മൾ ജോലി വളരെ കുറച്ചാണ്, എക്സസൈസ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നു ചെയ്യും. പക്ഷെ അല്ലാണ്ട് പാടത്ത് പണി എന്താ അങ്ങനെ തൂമ്പെടുത്ത് അതൊന്നും സ്ഥിരമൊന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷെ നമ്മുടെ കൃഷി മേഖലയിലാണ്, നമുക്ക് അതിനൊരു മടിയില്ല. അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ശരീരം ഇറങ്ങി. എൻ്റെ കാൽമേലൊരു സ്റ്റീലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ. അതുകൊണ്ടപ്പോൾ ഞാൻ ഈ ഒരു സിമ്മൻ്റൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേ, സിമെൻ്റ് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നു, അത് പക്ഷേ അത് എടുത്ത് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ സിമെൻ്റ് എടുത്ത് വെളി വെച്ചപ്പോഴൊക്കെ ഈ കാലിലധികം നമ്മളധികം വെയിറ്റ് കൊടുക്കല് എന്ന് ഞാൻ പിനാക്കിൾ വ്യൂ പോയിന്റ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഫ്രണ്ട്സ് പറഞ്ഞ് ഒരുപാട് ഭാരം വാങ്ങരുത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റീൽ പെർമനൻ്റ് ആണ്, കാര്യം മുട്ട് ഫൈബറാണ്, അതുകൊണ്ട് അത് ഇതൊന്നുമില്ല. പക്ഷേ നമുക്കങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ ആ സിമെൻ്റ് എടുത്ത് വെച്ചു. പിന്നെ ഇന്നലെ പിന്നെ എൻ്റെ അങ്കിളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് മണലിൽ പോയി എടുത്തുകൊണ്ട് വന്നു. അതും കൂടെ എടുത്തു വെച്ച്. പക്ഷേ പ്രധാന കാര്യം ഇതൊന്നുമല്ല, ഞാൻ അതുകൊണ്ട് വീഡിയോ ചെയ്തില്ല. ഇതൊന്നും അങ്ങനെ വീഡിയോ എടുക്കണത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തില്ല. പക്ഷെ അപ്പോൾ ഇന്നലെ രാത്രി ഒരു 1:30 ആകുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്, പുള്ളി വിദേശത്താണ്, അവർ പറഞ്ഞിടാ നീ വീഡിയോ ഒക്കെ ചെയ്യാത്ത എന്ത്. കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ വീഡിയോ എന്ത് ചെയ്യാത്ത, നിർത്തിക്കോ. അപ്പം അവർക്ക് നമ്മൾ വർത്തമാനം പറയാനൊക്കെ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ കൂട്ടുകാരല്ലായിരുന്നു, നമ്മളെന്തെങ്കിലും പറയുന്നത് തന്നെ അവർക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മൾ വർത്തമാനം പറയാതെ വെറുതെ ഇരിക്കില്ല, നമ്മൾ വർത്തമാനം പറയട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു എന്നാൽ ഓക്കെ ഇനി നമുക്കത് പക്ഷേ ഒന്ന് തുടരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള, ഇതിനെ എഡിറ്റ് ചെയ്യുകയല്ല. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ബാക്കപ്പ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ നാടിൻ്റെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാം റിസർച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് അന്വേഷണം ഞാൻ നടത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതിന് നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഇത് വന്നത്. അപ്പം ആ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയേ ഞാൻ കുടപ്പനക്കുന്നിൽ പോയി കുറേ ഫാമുകൾ സന്ദർശിച്ച് എല്ലാം നോക്കിയാൽ നമ്മൾ ആദ്യം ഒരു സംരംഭം തുടങ്ങിയില്ലേ. സംരംഭം എന്ന് വെച്ചാൽ കൃഷി കർഷകനാവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. അതിനായിട്ട് കുറേ അലച്ചിലായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേറെ ഒന്നിനും പറ്റിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ നാടിൻ്റെ ചരിത്രവും റാണി സേതുലക്ഷ്മി ബായിയും ഈ മൺട്രോത്തുരുത്തും തമ്മിലൊക്കെ ബന്ധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചരിത്രം പങ്കുവയ്ക്കലിൻ്റെയാണ്. നമുക്ക് ഒരു അതിർത്തി തിരിച്ചല്ല, നമ്മൾ ചരിത്രം ഇങ്ങനെ പങ്കുവയ്ക്കലിൻ്റെയാണ്. അത് വിശദമാക്കാനാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങളായിട്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്തായാലും ചെയ്തിരിക്കും ബഡീസ്, ഉറപ്പായിട്ടും. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കണ്ട് വർത്തമാനം പറഞ്ഞതല്ലേ, എന്തായാലും നമ്മൾ എൻ്റെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. വേറെ ഒന്നുമില്ല, നമുക്ക് ചിലവ് ചുരുക്കി ഈ സംരംഭം ഒന്ന് തുടങ്ങാമെന്നാണ്. കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം വലിയ ഫിനാൻഷ്യലൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതിൽ തുടങ്ങി കൊണ്ടുപോകാനുള്ള പരിപാടിക്കാണ്. ഒരു ചെറിയ രീതിയിൽ കൊണ്ടുപോയി തുടങ്ങാനുള്ള പരിപാടിക്കാണ്. ഉള്ള ചെറിയ കാശ് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതല്ലേ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഇൻവെസ്റ്റിങ് ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങി നമുക്ക് ജീവിക്കാനായിട്ട് എൻ്റെ അത്യാവശ്യത്തിൽ 3 നേരത്തെ ആഹാരം, പിന്നെ ബാക്കിയെല്ലാം ഗ്രാജുവലി സംഭവിക്കും. കാര്യം എനിക്ക് പ്രധാന ഉദ്ദേശം ഒന്നേ ഉള്ളൂ. കാരണം ഈ വിഷരഹിതമായ ഒരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുക, അത് ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വളർത്തുക. അതിന് അതായത് നമ്മുടെ നാട്ടുപ്രദേശത്ത് തന്നെ കർഷകരെ പ്രോത്സാഹിപ്പിച്ച് കാർഷിക ചെന്ന് കഴിഞ്ഞാൽ അടുത്തറിയാൻ പറ്റും. അതിനാണ് ഞാൻ ശരിക്കും ഈ കോഴിക്കൃഷിയിലേക്ക് തന്നെ പോയത്. കാരണം ഈ കോഴിയൊക്കെ ഒരുപാട് പുറത്തുനിന്ന് വരുന്ന കോഴികൾ, ഹോർമോൺ നമ്മളെല്ലാം കേൾക്കുന്നതാണ്. പക്ഷേ അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ന്യായമായ ചെറിയ തുകയ്ക്ക് നമുക്ക് ഈ ഹോർമോൺ ചെയ്യാത്ത നല്ല വിഷരഹിതമായ കുറച്ച് ചിക്കൻ കൊടുക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഞാൻ അതിനായിട്ട് എൻ്റെ ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ സൈറ്റുണ്ട്. ആ സൈറ്റും എൻ്റെ വെബ്സൈറ്റ്, അത് www.anubjikrishnan.co.in എന്ന സൈറ്റ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫാമിങ്ങിന് വേണ്ടി ഞാനത് മാറ്റി വയ്ക്കും. ഞാൻ എൻ്റെ സൈറ്റിലൂടെ തന്നെ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസൊക്കെ തരാം. കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാം ട്രാൻസ്പാരൻറ്റുമായിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ. 8 മാസം പഴക്കമുള്ള ഒരു ശങ്കർ സിമ്മനുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന നെറ്റ്.
ഇത് എനിക്ക് വളരെയേറെ സഹായം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് പോർട്ടിലുള്ള നാസർക്കയാണ്. വളരെ വില കുറച്ച് തന്നു പുള്ളി. പിന്നെ ഇതാണ് കുറേ മെറ്റൽ. ഈ മെറ്റലിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. കാരണം എൻ്റെ പറമ്പിൽ നിറച്ച് മെറ്റലാണ്. കാര്യം ഞങ്ങൾക്ക് വീട് പണി ചെയ്തപ്പം ബാക്കി വന്ന മെറ്റൽ അപ്പൂപ്പൻ്റെ അടുത്ത് മൊത്തം ഈ പറമ്പ് ഇട്ടു. ഞാൻ പറഞ്ഞു അപ്പൂപ്പ ഇടരുതേ, കാരണം നമുക്ക് നാളെയും എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലേ. അപ്പം പറഞ്ഞു ഇത് മൊത്തം ചെളിയാവും, അപ്പം നമുക്കിങ്ങനെ നടക്കുമ്പോൾ നമുക്കത് മാറ്റം വരുമല്ലോ എന്ന്. പക്ഷേ ആ മെറ്റലുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം പറക്കി ഞാൻ കൂട്ടേണ്ട വന്നു. മറ്റേ എവിടെയെങ്കിലും എടുത്ത് വച്ചിരുന്നെങ്കിൽ അതൊരു ഉപയോഗിക്കാമായിരുന്നു. ഇപ്പം ഞാനിവിടെ മൊത്തം കിടന്ന് ഇത് പറക്കി. കാര്യം നമുക്ക് ഏറ്റവും വില കുറച്ച് നമുക്ക് കൂടുണ്ടാക്കണം. കാര്യം ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുകകളൊക്കെ വളരെ കുറവാണ്. കാരണം നമ്മളൊരു സംരംഭം തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ ബേസിക് തിയറിയാണ് നമ്മൾ മാക്സിമം ഇത് ചിലവ് കുറച്ച് ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം ഈ കാർഷിക ബില്ലും അതുമായിട്ടും കർഷക മേഖല പ്രതിസന്ധിയിലാണെന്ന് എല്ലാവരും പറയുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും മായമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നത് ഉദ്ദേശം മാത്രമാണ്. കാർഷിക ബില്ല് എന്ന ഒരു വലിയൊരു പ്രശ്നത്തിലാണ് നമ്മൾ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയതോളം കർഷകരുടെ ഉൽപ്പാദന വ്യാപാര വാണിജ്യ പ്രോത്സാഹന ബില്ല് അതൊന്ന്, പിന്നെ അടുത്ത കാർഷിക ശാക്തീകരണം സംഭരണം വില സ്ഥിരത കാർഷിക സേവന കരാർ ബില്ല് അത് 2. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശ്യ സേവന നിയമ ഭേദഗതി ബിൽ. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാണ്. അത് ഇത്രയും പ്രതിസന്ധിയാണ് കാർഷിക മേഖല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ അറിവും നമ്മൾ പഠിച്ച നമ്മളെ വിദ്യാഭ്യാസവും എല്ലാം നമ്മൾ കാർഷിക മേഖലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതെല്ലാം സ്വന്തമാക്കി എടുക്കാൻ പറ്റും. ഞാൻ പിടിച്ച ഈ ഇതില്ലേ, ഇതൊരു കുറച്ച് പ്ലാവിൻ്റെ പ്ലാവിൻ്റെ തൈകളാണ്. കാരണം എനിക്ക് കുറേ നാളായി ഈ മിയാവാക്കി കാടുകൾ ഉണ്ടാക്കുക എന്നൊരു വലിയൊരു സ്വപ്നമുണ്ട്. കാരണം 2.5 സെൻറ്റിൽ അത് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് അത്രത്തോളം ഇല്ല. അവിടെ 1 സെൻറ്റ് കഷ്ടി ഉണ്ടാവുകയുള്ളൂ. എന്നാലും ഞാനത് മാക്സിമം അതിനകത്ത് എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇപ്പം കാണിച്ചതാണ് ഞാൻ ഇതിന് ചുറ്റും കമ്പി വേവിതിരിക്കാൻ വേണ്ടി കൊണ്ടുവച്ച തൂണ്. ദേ കണ്ടില്ലേ, ഈ ഒരു സ്ലാബ് ഇടിച്ച് പൊടിച്ച് കിട്ടിയ ചല്ലിയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഇനി അടുത്ത ഒരു പൈപ്പും കൂടെ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്തു. നമുക്ക് നോക്കാം അത്. അങ്ങനെ നമ്മൾ കാർഷിക വൃത്തി അങ്ങനെ പതുക്കെ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ IT മേഖലയിൽ നിന്ന് കുറച്ച് വർക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞാൽ ഫ്രീലാൻസായിട്ട് ചെയ്യാം. ഇൻ്റർവ്യൂവിനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് ഇപ്പോൾ ഫ്രീലാൻസിങ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഫ്രീലാൻസിങ് നോക്കാമെന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമായി. കാരണം അത് നമ്മൾ പഠിച്ച തൊഴിലാണല്ലോ. ആ തൊഴിലും എൻ്റെ ഈ കാർഷിക വൃത്തിയും കൂടെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കാമെന്ന് ഇങ്ങനെ നന്നായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. കാരണം എനിക്ക് പൂർണ്ണമായൊരു വിശ്വാസമുണ്ട് ഒരുപക്ഷെ കാർഷിക മേഖലയാണ് നമ്മുടെ നട്ടെല്ല് എന്ന്. അതിനൊരു എന്നാലാവുന്ന വിധം ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനൊരു ശ്രമം എനിക്ക് കാര്യന്ന വിധത്തിൽ അതിനെ ഞാനൊന്ന് എന്നെ പുതിയ മേഖലകളിലൂടെ ഞാനതിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ നോക്കുകയാണ്. ഇതിലുൾപ്പെടെ ഇനി മുൻ തലമുറയ്ക്കും വരുന്ന തലമുറകളിലും ഈ കാർഷിക മേഖല കുറച്ചുകൂടെ ആഭിമുഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്ഥിതി വരില്ല. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരെ വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അത് വാങ്ങിച്ച് കഴിക്കുക, അതിലൂടെ ക്വാളിറ്റിയില്ലാത്ത ആഹാരം കഴിക്കുക, അതിലൂടെ അസുഖം വരിക. നമ്മളിപ്പോൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കുറേ അധികം തന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിന് വേണ്ടി ചിലവാക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും ഞാനിതുമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെയുള്ള പോക്കാണ്. അപ്പം ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇനി അടുത്ത വീഡിയോസ്, അതായത് എൻ്റെ നാടിൻ്റെ ചരിത്രം, അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഈ കാർഷിക വൃത്തിയുടെ കുറച്ച് തിരക്കുകളിലാണ്. ഇനിയിപ്പോൾ നാളെ എനിക്ക് കൂട് വരും, പിന്നെ കോഴി കൊണ്ടുവരണം, നാളെ ഈ നെറ്റെല്ലാം ശരിയാക്കണം. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിടാം. നമുക്കിങ്ങനെ നമ്മുടെ കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കാരണം അത് നമ്മളൊരു സംസ്കാരമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാം. ഇനി നമുക്ക് ആന്ധ്രക്കാരൻ്റെയും തമിഴ്നാടുകാരൻ്റെ അരി വരുന്നതും അല്ലെങ്കിൽ അവരുടെ കോഴി വരുന്നതും കാത്ത് നമുക്കിരിക്കേണ്ട അന്നമാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. അത് മായരഹിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള അത്രത്തോളം ചാൻസ് കുറവാകും. അതെനിക്ക് പരിപൂർണ്ണ ബോധ്യമാണ്. ഞാൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഷുവറായിട്ട് ട്രാൻസ്പാരൻ്റായിട്ട് ചെയ്യും. പിന്നെ എന്തായാലും എൻ്റെ വെബ്സൈറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം.
അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ എന്തൊക്കെയാണ് നമ്മളെ കോഴിയുടെ വില നിലവാരം, അതുപോലെ നമ്മൾ ഏത് നാടൻ ഇനമാണുള്ളത്, പിന്നെ അതുപോലെ തന്നെ എല്ലാം, അതായത് ഓർഗാനിക്കായിട്ട് ആരോഗ്യപരമായിട്ട് എങ്ങനെ കൊടുക്കും, പിന്നെ പ്രൈസ് റേറ്റ് എല്ലാം തന്നെ. പിന്നെ വേറൊരു ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഡെലിവറിയുടെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ചങ്സേ, അപ്പോൾ നമുക്കിനി കാണുന്നവരേക്കും ബൈ. ഇറ്റ്സ് അനൂപ് സൈനിങ് ഔട്ട്. ടിൽ ദെൻ ബ്രേക്ക്. See you next video. Tech Design Media, IT for Life.